ചില വിഷയങ്ങൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടതില്ല എന്ന് വിചാരിക്കും. അതിൻ്റെ കാരണം മറ്റു മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരേ കാര്യമായതുകൊണ്ടാണ്. അതിൽപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തൊരു കാര്യമായിരുന്നു, സെയ്ഫ് അലി ഖാൻ സ്വന്തം വീടിനകത്ത് വെച്ച് രാത്രി 2:30 കുത്തേറ്റൊരു സംഭവം. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിർബന്ധിതനായതിൻ്റെ കാരണം, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 1:30 നമ്മുടെ പല മാധ്യമങ്ങളിലും എഴുതി കാണിക്കുന്നൊരു കാര്യം, ഈ സെയ്ഫ് അലി ഖാനെ കുത്തിയിട്ടുള്ള പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നാണ്. യഥാർത്ഥത്തിൽ ബാന്ദ്രയിലെ പോലീസോ അല്ലെങ്കിൽ മുംബൈ പോലീസോ ഒക്കെ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളത് ഈ പ്രതിയോട് റിസംബ്ലൻസ് ഉള്ള രൂപതാദൃശ്യമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്താണ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് രാവിലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉറപ്പിക്കാറായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തത്, നമുക്കറിയാം ഈ പറയുന്ന സംഭവത്തിൽ തന്നെ വലിയ തോതിലുള്ള ദുരൂഹതകളുണ്ട്. അതിൻ്റെ കാരണം, സദ്ഗുരു ശരൺ എന്നറിയപ്പെടുന്ന ഈ ബിൽഡിംഗ്, അതൊരു 13 നിലയുള്ള ബിൽഡിങ്ങാണ്. വലിയ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളൊരു ബിൽഡിങ്ങാണ്. ആ 13 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു 4 നില, ഏറ്റവും മുകളിലത്തെ 4 നിലയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സെയ്ഫ് അലി ഖാൻ താമസിക്കുന്നത്, കരീന കപൂറൊക്കെ ആയിട്ട് താമസിക്കുന്നത്. അതിൻ്റെ ഓരോ നിലകളിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ അടക്കം, അല്ലെങ്കിൽ ജിംനേഷ്യം അടക്കമുള്ള നിരവധി സംവിധാനങ്ങളുണ്ട്. പിന്നെ അവിടെ ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ വർക്കേഴ്സിന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു 10,000 സ്ക്വയർ ഫീറ്റിനകത്തുള്ള മുകളിലെ 4 നിലകളിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ തന്നെ വലിയ സമ്പന്നരായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഏതാണ്ട് ഒരു 150 കോടിയിലധികം വരുന്ന പട്ടൗഡിയുടെയൊക്കെ രാജകൊട്ടാരം തന്നെ അദ്ദേഹം കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള മൻസൂർ അലി ഖാൻ പട്ടൗഡി, അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് താരമൊക്കെ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഏറ്റവും അവസാനത്തെ രാജാവ്. അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. പക്ഷേ ചില ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നതുകൊണ്ട് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ള പണം എടുത്തുകൊണ്ട് കൂടിയാണ് ആ കൊട്ടാരം സ്വന്തമാക്കിയത്. അതേതാണ്ട് ഏക്കർ കണക്കിന് ഇരിക്കുന്ന 7 വലിയ ബെഡ്റൂമുകളുള്ള വലിയ കൊട്ടാരമാണ്. പക്ഷെ അവിടെയല്ല അദ്ദേഹം താമസിക്കുന്നത് ഇപ്പോൾ ബാന്ദ്രയിൽ, നമ്മുടെ മുംബൈയിൽ ഏറ്റവും വലിയ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അവിടെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ മുകേഷ് അംബാനി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാത്രി 2:30 ഒരു അക്രമി ഇദ്ദേഹത്തെ കയറുകയും, അക്രമിയുടെ മുഖമൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന വീഡിയോകൾ ആദ്യമേ തന്നെ ഇന്ത്യ ടുഡേയിൽ വന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കയറിപ്പോകുന്ന വീഡിയോകൾ വാശിക്ക് റിപ്പബ്ലിക് ടിവിയും എടുത്തിട്ടുണ്ട്. കയറിപ്പോകുമ്പോൾ അദ്ദേഹം ഒരു റെഡ് തോർത്ത് കൊണ്ടിട്ട് മുഖമൊക്കെ മൂടിയിട്ടാണ്. പക്ഷേ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കൃത്യമായിട്ട് കാണാം. ഇദ്ദേഹം ഈ അവിടെ തന്നെ താമസിക്കുന്ന ഒരു മലയാളിയായിട്ടുള്ള ഏലിയാമ്മ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു നേഴ്സുണ്ട്. ആ നേഴ്സാണ്. ഇദ്ദേഹത്തിന് 4 മക്കളാണ്. ആദ്യത്തെ ഭാര്യയിൽ 2 മക്കളാണ്. അവർ പ്രായപൂർത്തിയായവരാണ്. രണ്ടാമത്തെ ഭാര്യയിൽ 2 മക്കളുണ്ട്. ആ 2 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടുള്ള ജയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പറയുന്ന ഏലിയാമ്മ ഫിലിപ്പാണ്. അപ്പോൾ ഏലിയാമ്മ ഫിലിപ്പിൻ്റെ റൂമിലാണ് ഇയാൾ ആദ്യം എത്തിയത്. ഇയാൾ കത്തി കാണിക്കുകയും മിണ്ടരുതെന്ന് ആവശ്യപ്പെടുകയും, അപ്പോൾ ഇവർ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പണം വേണമെന്നും എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ 1 കോടി വേണം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വേറെ ചില കഥകൾ പ്രചരിക്കുന്നത് ഈ ഏലിയാമ്മ ഫിലിപ്പിന് തന്നെ പരിചയമുള്ള ആളാണ് ഇയാളെന്നും, അങ്ങനെ തുറന്നു കൊടുത്തുകൊണ്ടാണ് ഇയാൾ എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. മലയാളിയായിട്ടുള്ള നേഴ്സാണ് ഏലിയാമ്മ ഫിലിപ്പ്. അവർ 4 കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. ഈ പറയുന്ന കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി. ഇതിലുള്ള ഏറ്റവും വലിയ അതിശയോക്തിപരമായിട്ടുള്ള കാര്യം, അവിടുത്തെ CCTV ക്യാമറകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ CCTV ക്യാമറകളിൽ ഒരു 3 മണിക്കൂറായിട്ട് ഒരാളും പുറത്തു നിന്ന് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ നേരത്തെ തന്നെ അകത്തേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഏലിയാമ്മ ഫിലിപ്പിൻ്റെ ഒച്ച കേട്ടിട്ട് നേരെ സെയ്ഫ് അലി ഖാൻ താഴേക്ക് ഇറങ്ങി വരികയും, സെയ്ഫ് അലി ഖാൻ ഇയാളുമായിട്ടൊരു മൽപ്പിടുത്തം ഉണ്ടാവുകയും, അങ്ങനെ ഇയാളുടെ കയ്യിലൊരു വടിയും കത്തിയും ഉണ്ടായിരുന്നു. 6ഓളം കുത്തുകൾ ഇയാളെ കുത്തുകയും ചെയ്തു. ഈ 6 കുത്തിയിട്ടുള്ള കത്തിയുടെ ഒരു ഭാഗം യഥാർത്ഥത്തിൽ സെയ്ഫ് അലി ഖാൻ്റെ സ്പൈനൽ കോഡിൻ്റെ അടുത്ത് ഉള്ള അവിടെ വലിയ തോതിലുള്ള മുറിവുണ്ടാക്കി, 2.5 ഇഞ്ചിൻ്റെ മുറിവുണ്ടാക്കി. കത്തിയുടെ ഒരു ഭാഗം അവിടെ പെട്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ കത്തി ഏതാണ്ട് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, കരീന കപൂർ അവിടെ ഉണ്ടായിരുന്നു, മറ്റാളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വണ്ടി എടുക്കാനുള്ള ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ആഡംബര കാറുകൾ നിരവധി അവിടെ കിടന്നിരുന്നു. പക്ഷെ വണ്ടി എടുക്കാൻ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. പകരം പുറത്തിറങ്ങിയിട്ട് മൂത്ത മകനോടൊപ്പം ഇദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിലാണ് ലീലാവതി ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കറിയുന്നത്. നമുക്കറിയാം മൻസൂർ അലി ഖാൻ പട്ടോഡിയുടെയും ശർമിള ടാഗോറിൻ്റെയും മകനാണ് സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്നത്. ഇവർ അതിസമ്പന്നരായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു, പഴയ രാജകുടുംബമായിരുന്നു.
ഈ ശർമിള ടാഗോർ എന്ന് പറയുന്നത് അവർ വളരെ അറിയപ്പെടുന്ന ഹിന്ദിയിലൊരു നടി കൂടിയായിരുന്നു. 1200 കോടിയാണ് ഇപ്പോൾ പത്രങ്ങളൊക്കെ എഴുതുന്നത്. പക്ഷേ ഏറ്റവും കുറഞ്ഞ ഒരു 2000-3000 കോടിയെങ്കിലും ആസ്തിയുള്ള ഒരാളാണ് സെയ്ഫ് അലി ഖാൻ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കൂടാതെ നമുക്കറിയാം കരീന കപൂറിന് ഏറ്റവും കുറഞ്ഞത് 1000 കോടി അല്ലെങ്കിൽ 1200 കോടി ആസ്തി പിന്നെയും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വലിയ സമ്പന്നരായിട്ടുള്ള ഒരാളുകളാണ്, വലിയ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായതാണ്. പ്രത്യേകിച്ച് മുംബൈയിൽ നമുക്കറിയാം ഒരു VIP-യും അത്രമാത്രം സുരക്ഷിതരല്ലാത്ത ആളുകളാണ്. കാരണം ഒരു പോലീസ് കമ്മീഷണർ തന്നെ ഒരു തവണ കൊട്ടേഷൻ കൊടുത്ത് ആൻറ്റീലിയ എന്ന് പറയുന്ന മുകേഷ് അംബാനിയെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും ഒക്കെ ആളെ വിട്ടു എന്ന് കേസുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പോലീസുകാരും ഈ പറയുന്ന ഗുണ്ടകളും പോലും തമ്മിൽ വലിയ യോജിപ്പുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ തന്നെ അവിടെ ഒരു മന്ത്രി വെടിയേറ്റ് മരിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾ അദ്ദേഹം വെടിയേറ്റ് മരിച്ചിരുന്നു, ആമീർ ഖാൻ്റെയൊക്കെ സുഹൃത്തായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് അവിടെ ജീവിച്ചിരുന്നത്. കൂടാതെ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും തമ്പ് ബ്രഷിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഒരാൾ എങ്ങനെയാണ് രാത്രി നേരത്തെ തന്നെ ഒരു 11 മണിയോട് കൂടിയെങ്കിലും അയാൾ അതിൻ്റെ അകത്ത് കയറിയത് എന്നുള്ളതാണ് നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ഒരുപാട് ദുരൂഹതകൾ പുറത്തേക്ക് വരാനുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ സംശയിക്കപ്പെടുന്ന ഏതാണ്ട് റിസംബ്ലൻസ് ഉള്ള താരതമ്യമുള്ള ഒരാളെ, രൂപസാദൃശ്യമുള്ള ഒരാളെ പോലീസ് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ ഇതേവരെ അത് അദ്ദേഹമാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം തന്നെ ആയിരിക്കാം. പക്ഷേ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും മാത്രമേ അത് കൺഫേം ചെയ്യാൻ കഴിയൂ. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മുംബൈ പോലെയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യവസായ നഗരത്തിൽ ഒരു VVIPകൾ പോലെയുള്ള ആളുകൾക്ക് പോലും ഒരു സുരക്ഷയില്ല എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ സുരക്ഷ കുറവാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെയും ഛോട്ടാ രാജൻ്റെയും അതുപോലെയുള്ള നിരവധി ഗ്യാങ് വാറുകളും ആ ഗ്യാങ്ങുകളൊക്കെ തന്നെ പോലീസുമായും രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരുമായും ഒക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു നഗരമാണ് മുംബൈ എന്ന് പറയുന്നത്. പക്ഷേ ഇത് മുംബൈക്ക് ഒരിക്കലും ഭൂഷണമാകില്ല. കാരണം വലിയ ബിസിനസ്സുകാരും വലിയ താരങ്ങളുമൊക്കെ അവിടെ താമസിക്കാൻ പോലും ഇനി ഭയക്കും എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇത് ഒരു കാര്യം തെളിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ആശ്വാസമാകും. കാരണം അവരുടെ തൊഴിലാളികളും അതുപോലെ അവിടുത്തെ ജീവനക്കാരിൽ ആരോ തന്നെ തുറന്നു കൊടുത്തിട്ടായിരിക്കും ഈ കുറ്റവാളി അകത്ത് കയറി ഉണ്ടാവുക എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ വീണ്ടും സ്വന്തം കൂടെ നിൽക്കുന്നവരെ തന്നെ എല്ലാ VIP കളും സംശയത്തോടു കൂടി കാണേണ്ട ഒരവസ്ഥയിലേക്കാണ് മുംബൈ നഗരം എത്തിപ്പെടുന്നത്.